ഗുഡ് മോർണിംഗ് വിനയൻ മുതലാളി. ആ മുതലാളിയോ? നല്ല കാര്യമായിപ്പോയി. ഇരിക്കെ. ഇപ്പൊ ഇരിക്കുന്നില്ലടാ, അത്യാവശ്യമായിട്ടൊരു വഴിക്കിറങ്ങിയതാ. അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അല്ല, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അത് മതി, ഒന്നിനൊരു കുഴപ്പമുണ്ടാവരുത്, അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അലക്സിയുടെ നേച്ചർ നിനക്കറിയാലോ. പടച്ച തമ്പുരാൻ വിചാരിച്ചാലും അവന്റെ ചില വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഏതായാലും പുകഞ്ഞ കുള്ളി പുറത്തു പോയല്ലോ. നീ ഇനി സ്വസ്ഥമായിട്ട് നിന്റെ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോണം. തൽക്കാലം എന്നെ കൊണ്ട് ഇവിടെ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതെനിക്കറിയാം. തൽക്കാലം അലക്സിയുടെ ബാധ്യത തീർത്തെങ്കിലും അതിനായിട്ട് വിസ്മയ വലിയൊരു ബാധ്യത ഉണ്ടാക്കി വച്ചിരിക്കുക. അവൾ MBBS കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങണമെങ്കിൽ തന്നെ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് തന്നെ മലബാറിലും ദുബായിലുമായിട്ട് തുടങ്ങാൻ പോകുന്ന വലിയൊരു ഹോസ്പിറ്റലിലേക്ക് അവളെ എഗ്രിമെന്റ് ആക്കിയിരിക്കുക. വിനയന്റെ ടെക്സ്റ്റൈൽസ് ഒന്നും അധിക നാൾ മുന്നോട്ട് പോവില്ല. പിന്നെ ആ വിസ്മയ ഡോക്ടറും ആവില്ല. അഡ്വാൻസ് ആയിട്ട് വലിയൊരു തുകയും കിട്ടി. ആ കാശ് കുറേശ്ശെ തിരിച്ചു കൊടുത്ത് അവളെ ഫ്രീ ആക്കണം. ഇല്ലെങ്കിൽ അവൾ ആജീവനാന്തം അവരുടെ അടിമയെ പോലെ ജോലി ചെയ്യേണ്ടി വരും. ഇവിടെ മാത്രമല്ല, അങ്ങ് ദുബായിലും. ഓ, അതൊക്കെ റിസ്കാ. നീ പറയുന്നത് മനസ്സിലായി. പക്ഷേ എനിക്കെന്തോ ഈ പറയുന്നതൊന്നും അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴോ വരാൻ പോകുന്ന ഹോസ്പിറ്റലിലേക്ക് പഠനം പോലും പൂർത്തിയാക്കാത്തൊരു കുട്ടിയെ ലക്ഷങ്ങൾ കൊടുത്ത് ഡോക്ടറാക്കി എഗ്രിമെന്റ് ചെയ്യുക എന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല വിനയ. അല്ല, ഈ എഗ്രിമെന്റ് ആക്കിയവരെ നീ നേരിട്ട് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ റിമാൻഡിലിരിക്കുമ്പോഴാ അവരവളെ സമീപിച്ചത്. എന്നെ കേസിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു ഓഫർ വന്നത്. അവള് പിന്നെ എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചു കാണൂ. എടാ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നമ്മൾ ഒരുപാട് അടുപ്പം കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കും നമ്മളെ എളുപ്പത്തിൽ പൊട്ടനാക്കുന്നത്. ഞാനിത് നിന്റെ അനിയത്തെക്കുറിച്ച് പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ അലക്സിയെക്കുറിച്ച് പറഞ്ഞതാ. പിന്നെ എന്താന്ന് വെച്ചാല്, ചെറുപ്പകാലത്ത് നമ്മുടെ അച്ഛനമ്മമാരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് കബളിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നീയും കബളിപ്പിക്കപ്പെട്ടാലോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ നിന്നെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. നിന്റെ അനിയത്തി വിസ്മയ എനിക്കും എൻ്റെ അനിയത്തെ പോലെ തന്നെയാണ്. അതുകൊണ്ട് പറയുകയാണ്, അവളെ നീ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. അത് നല്ലതാ. പറ്റിയിട്ട് പറ്റിയെന്ന് പറയാതെ പറ്റാതെ നോക്കുന്നതാണ് ബുദ്ധി. ഞാനൊരു തത്വം പറഞ്ഞതേ ഉള്ളൂ. നീ എന്തായാലും ഒന്ന് ആലോചിക്കടാ. ഞാൻ പോട്ടെ. ശരി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.